ഹലോ ഫ്രണ്ട്സ്. കേരളത്തിലെത്തിയ യൂറോപ്യന്മാരിൽ ആദ്യം വന്നവർ പോർച്ചുഗീസ് ജനതയായിരുന്നു. രണ്ടാമതെത്തിയവർ ഡച്ച് ജനതയാണ്. ഡച്ചുകാരുടെ കേരളത്തിലെ ആധിപത്യത്തെപ്പറ്റി ഇന്ന് നമുക്ക് നോക്കാം. 1592 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. 1604 കേരളത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് എത്തുന്നു. കേരളത്തിൽ കോഴിക്കോട് പോർച്ചുഗീസുകാരിൽ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് എത്തിയതുപോലെ തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആദ്യമായിട്ട് കേരളത്തിലെത്തുന്നത് കോഴിക്കോട് തന്നെയാണ്. സ്റ്റീവൻ വാണ്ടർഹാഗൻ്റെ നേതൃത്വത്തിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സംഘം ആദ്യമായിട്ട് കേരളത്തിൽ എത്തുന്നത്. അതിനുശേഷം കോഴിക്കോട് സാമൂതിരിയുമായിട്ട് 1604 നവംബർ 11 ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ഈ ഉടമ്പടി ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ കരാറായിട്ട് നമുക്ക് പറയാൻ കഴിയും. അത് കഴിഞ്ഞ് 1608 കോഴിക്കോട് തന്നെ അഡ്മിറൽ വെർഹോഫ് സന്ദർശിക്കുന്നുണ്ട്. ഈ 1604 വ്യവസ്ഥകൾ തന്നെ ഈ 1608 ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് പുതുക്കുകയാണ് വെർഹോഫ് ചെയ്തത്. അത് കഴിയുമ്പം ഈ ഉടമ്പടിയോടുകൂടി കോഴിക്കോട് ഒരു വലിയ പണ്ടകശാല തന്നെ സാമൂതിരി ഈ ഡച്ചുകാർക്ക് അവരുടെ വാണിജ്യം ചരക്കുകളിലൊക്കെ ശേഖരിച്ച് വെക്കുവാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1610 ആയപ്പം 3 കപ്പലുകൾ ഡച്ച് കപ്പലുകൾ കോഴിക്കോട് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് 1616 ആകുമ്പോഴത്തേനും കോഴിക്കോട് വന്ന സാമൂതിരിയെ വാണ്ടർ ബ്രൂക്ക് എന്ന് പറയുന്ന ഒരു ഡച്ചുകാരൻ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഈ വാണ്ടർ ബ്രൂക്ക് കേരളക്കരയിൽ നിന്നും പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രാജാക്കന്മാരും ഒക്കെ ആയിട്ട് സഖ്യമുണ്ടാക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷെ അതൊന്നും ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അല്ലായിരുന്നു. അത് കഴിഞ്ഞ് 1619 ആകുമ്പോൾ ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരായിട്ട് ഒരു ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അതിന് ശേഷം 1621 ഒരു സംയുക്ത നാവിക സൈന്യത്തെ തന്നെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് 1625 വാൻസ് പ്യൂൾട്ട് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അംബോയിന കൂട്ടക്കൊലയും കൊണ്ട് പ്രസിദ്ധനായ വ്യക്തിയാണ് വാൻസ് പ്യൂൾട്ട്. അദ്ദേഹം ചേറ്റുവയിൽ വെച്ച് സാമൂതിരിയെ സന്ദർശിക്കുകയും അവിടെ ഒരു ഫാക്ടറി നിർമ്മിക്കുവാൻ അദ്ദേഹത്തിനെ കൊണ്ട് അനുമതി നേടുകയും ചെയ്തു. പിന്നീട് 1642 ആകുമ്പോൾ ചെമ്പകശ്ശേരി രാജാവ് അഥവാ പുറക്കാടിലെ രാജാവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു. അങ്ങനെ പുറക്കാട് ഒരു ഫാക്ടറി നിർമ്മിക്കാൻ അനുവാദം നേടുന്നു. 1650 ആകുമ്പോൾ കായംകുളത്തൊരു പണ്ടകശാല കെട്ടുവാൻ വേണ്ടിയിട്ടും അനുവാദം ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് അഡ്മിറൽ വാൻ ഗുൺസ്. ഡച്ച് പ്രതിനിധിയായ അഡ്മിറൽ വാൻ ഗുൺസ് ആദ്യം ഒരു വ്യക്തിയെപ്പറ്റി പഠിച്ചു, സ്റ്റീവൻ വാണ്ടർഹാഗ്. അവിടെയും വാ എന്ന് ഇത് വാൻഡർ എന്നതും കണക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ എന്താണ് വാൻ ഗുൺസ്. ഇങ്ങനെയുള്ള പേരുകളെല്ലാം ഡച്ചുകാരുടെ അഡ്മിറൽമാരാണെന്ന് ഓർക്കുക. അപ്പം അഡ്മിറൽ വാൻ ഗുൺസ് കൊല്ലം കോട്ട പിടിച്ചെടുക്കുകയാണ്. പോർച്ചുഗീസുകാരുടെ കൊല്ലം കോട്ട അഡ്മിറൽ വാൻ ഗുൺസ് പിടിച്ചെടുക്കുന്നത് 1658 ഡിസംബർ 29 ശേഷം 1659 ജനുവരി 7 കൊല്ലം രാജ്ഞിയുമായിട്ട് വാൻ ഗുൺസ് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ഇത് പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളുമെല്ലാം റാണി ഡച്ചുകാർക്കായി വിട്ടുകൊടുത്തു. അങ്ങനെ കൊല്ലത്തെ സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവട കുത്തകയും ഡച്ചുകാർക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കൊല്ലത്തു നിന്ന് പോയതിന് പിന്നാലെ പോർച്ചുഗീസുകാർ വീണ്ടും കൊല്ലത്ത് ആധിപത്യം സ്ഥാപിച്ചു. പക്ഷേ 1661 വേറൊരു യുദ്ധം നടത്തി അദ്ദേഹം കൊല്ലം വീണ്ടും തിരിച്ചു പിടിച്ചു. 1662 ഡച്ചുകാർ കൊടുങ്ങല്ലൂരിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കുന്നുണ്ട്. 1663 സെൻറ് ആഞ്ചലസ് കോട്ട പിടിച്ചെടുത്തു. അതുപോലെ പള്ളിപ്പുറം കോട്ടയും ഇവർ പിടിച്ചെടുത്തു.
ഈ 1663 തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷമാണ് 1663. അഥവാ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ചോദിച്ചാലും 1663. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് വാൻ ഗുൺസ്. വെന്നിക്കൊടി പാറിക്കുക എന്നൊക്കെ ഉള്ളൊരു കണക്ട് ചെയ്ത് നമുക്ക് വാൻ ഗുൺസ് എന്ന് ഓർത്തിരിക്കാം. കൊച്ചി പിടിച്ചെടുത്തതിന് ശേഷം 1663 തന്നെ വീരകേരളവർമ്മയെ ഡച്ചുകാർ കൊച്ചിയുടെ ഭരണാധികാരിയായി വാഴിച്ചിരുന്നു. അതിനുശേഷം 1663 മാർച്ച് 20 അദ്ദേഹവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഡച്ചുകാരുടെ നേതൃത്വത്തിൽ വെട്ടം യുദ്ധം നടന്ന വർഷമാണ് 1691. എന്നാൽ 1661 കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒരു സന്ധി നടന്നിരുന്നു. അതാണ് അഴീക്കോട് സന്ധി. 1661 1691 കണക്ട് ചെയ്ത് പഠിക്കാം. അഴീക്കോട് സന്ധി 1661, വെട്ടം യുദ്ധം നടന്നത് 1691. ഇനി ഡച്ചുകാരും രാജാക്കന്മാരും തമ്മിൽ നടന്ന പ്രധാനപ്പെട്ട കരാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറേ അധികം കരാറുകളിൽ ഏർപ്പെട്ടിരുന്നവർ 1643 പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ ഡച്ചുകാരുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ 1663 തന്നെ പുറക്കാട്, പറവൂർ, ആലങ്ങാട്, ഇടപ്പള്ളി എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ ഡച്ചുകാരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഇതിലെല്ലാം പ്രധാനമായ 2 ഉടമ്പടികളുണ്ട്. 1663 മാർച്ച് 20 വീരകേരളവർമ്മയുമായിട്ട് ഡച്ചുകാരുണ്ടാക്കിയൊരു കരാർ. അതുപോലെ തന്നെ അതേ വർഷം തന്നെ 1663 മാർച്ച് 20 കോലത്തിരി രാജാവുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ ഉടമ്പടി പ്രകാരം കണ്ണൂർ പട്ടണം ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കണമെന്നും പോർച്ചുഗീസ് വൈദികന്മാരെ അവിടെ നിന്നും നീക്കം ചെയ്യണമെന്നും ഒരു വ്യവസ്ഥ വന്നിരുന്നു. അതുപോലെ 1664 കേരളത്തിലെ നാടുവാഴികളെ സന്ദർശിച്ച ഒരു ഡച്ചുകാരനായിരുന്നു ക്യാപ്റ്റൻ ന്യൂഹോഫ്. അദ്ദേഹവുമായിട്ട് 1664 കായംകുളം, പുറക്കാട്, മാർത്ത, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികൾ ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ ഡച്ച് ഭരണത്തിൻ്റെ ഒരു ശക്തി കാണാൻ കഴിയുന്നത് 1673 കൊച്ചിയിലെ കമാൻഡറായിട്ട് ഹെൻറിക് വാൻ റീഡിൻ്റെ വരവോടുകൂടിയാണ്. പിന്നെ അവിടെ നടന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിലെ രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കാനിടയായി. അതുപോലെ 1674 കൊച്ചി രാജാവും ഡച്ചുകാരും തമ്മിലൊരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. ആ ഉടമ്പടി പ്രകാരം ഡച്ചുകാർ നിയമിക്കുന്ന ഒരു ഗുമസ്തനെ കൊണ്ട് വേണം കൊച്ചി രാജാവ് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ എഴുതാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ വന്നു. അതുപോലെ 1674 തന്നെ ഡച്ചുകാർ കൊച്ചിയിലെ നായർ പ്രമാണികളുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു. അതുപോലെ കൊച്ചി രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛന് ഒരു പദവി ഡച്ചുകാർ നൽകി. 1681 ആയപ്പോൾ ഡച്ചുകാരും കൊച്ചി രാജാവും തമ്മിൽ വീണ്ടും ഒരു കരാറിൽ ഏർപ്പെട്ടു. ഇത് പ്രകാരം ഒരു ഡച്ച് ഉദ്യോഗസ്ഥൻ രാജാവിൻ്റെ മന്ത്രിയായിട്ടും ഡച്ചുകാരുടെ കീഴിൽ ജോലിയുള്ള ഒരു ബ്രാഹ്മണൻ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായിട്ടും നിയമിച്ചു. ഇങ്ങനെ കൊച്ചിയിലെ 2 കരാറുകളാണ് നടന്നത്. 2 വർഷങ്ങളിലായിട്ട് 2 കരാറുകളാണ് നടന്നത് രാജാവുമായിട്ട്. അതിനുശേഷം പ്രതിനിധിയായ പാലിയത്തച്ഛൻ മരിച്ചപ്പോൾ, പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛൻ മരിച്ചപ്പോൾ ഡച്ചുകാർ അവരുടെ ഹെൻറിക് റീൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രതിനിധിയായിട്ട് പാലിയത്തച്ഛൻ്റെ സ്ഥാനത്തേക്ക് നിയമിക്കുകയാണ്. അതുപോലെ 1714 ഒരു പ്രധാന സംഭവം നടന്നത് സാമൂതിരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ വേണ്ടിയിട്ട് ഡച്ചുകാർ ചേറ്റുവയിൽ ഒരു കോട്ട കെട്ടി. അത് 1714 പിന്നീട് അങ്ങോട്ട് ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ കുറേ യുദ്ധങ്ങളൊക്കെ നടന്നെങ്കിലും 1718 ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ഒരു സന്ധിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കേരളത്തിലെ ഡച്ച് കാര്യങ്ങൾക്കൊക്കെ മാർഗദർശനം നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് വാൻ ഇംഹോഫ് ആണ്.
ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കരാറാണ് 1748 ഡച്ചുകാർ തിരുവിതാംകൂറുമായിട്ടുണ്ടാക്കിയ ഒരു കരാർ. ഈ കരാർ പ്രകാരം അവിടെ തിരുവിതാംകൂറിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ശക്തി തിരുവിതാംകൂറിനെ ആക്രമിക്കുകയാണെങ്കിൽ രാജാവിനെ സഹായിച്ചു കൊള്ളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഡച്ച് ഭരണത്തിൻ്റെ ശക്തി കേരളത്തിൽ ക്ഷയിക്കാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 യുദ്ധം നടന്നത്. കന്യാകുമാരിയിലെ ഒരു പ്രധാന പ്രദേശമാണ് കുളച്ചൽ. ഇത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം അവസാനിക്കുവാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാലും കുളച്ചൽ യുദ്ധം അവസാനിക്കുവാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാലും അത് മാവേലിക്കര ഉടമ്പടിയാണ്. 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്.